നമസ്കാരം. സത്യത്തിൽ ഇപ്പോൾ ഒന്ന് പൊട്ടിക്കരഞ്ഞുകൂടെ എന്നാണ് പിണറായിയുടെ മുഖത്ത് നോക്കി ചോദിക്കേണ്ടത്. പിണറായിയുടെ മാത്രമല്ല, MV ഗോവിന്ദൻ അടക്കമുള്ള VN വാസവൻ അടക്കമുള്ള ആളുകളോട് ചോദിക്കേണ്ട ഒരേ ഒരു ചോദ്യം അതാണ്. ഒന്ന് പൊട്ടിക്കരഞ്ഞുകൂടെ? എന്തിനാണ് ഈ സങ്കടമെല്ലാം ഇങ്ങനെ ഉള്ളിലൊതുക്കി ഇങ്ങനെ പുറമേ ഞാൻ പ്രസന്നവദനാണ് എന്ന് അഭിനയിക്കുന്നത്? എന്നിട്ടോ ആഗോള അയ്യപ്പ നിക്ഷേപ സംഗമം 8 നിലയിൽ പൊട്ടിയിട്ടും തൊട്ടടുത്തതിന്റെ അടുത്ത ദിവസം നടന്ന ശബരിമല സംരക്ഷണ സംഗമം, ഭക്തസംഗമം അതീവ വിജയമായിരുന്നിട്ടും അതൊന്നും കണ്ടിട്ട് ഉൾക്കൊള്ളാൻ ഈ CPമാർക്ക് പറ്റുന്നില്ല. പന്തളത്തെ പരിപാടിക്ക് ആളേ വന്നിട്ടില്ല എന്നാണ് കൈരളി പറയുന്നത്. പന്തളത്തെ പരിപാടിക്ക് വിളിച്ചവരാരും വന്നില്ല. ഒഴിഞ്ഞ കസേരയിലായിരുന്നു ആ പന്തളത്തെ ചർച്ചാ പരിപാടിയൊക്കെ നടന്നത്. നാനാക്ക് ഓഡിറ്റോറിയത്തിലെ ചർച്ചകൾക്കൊന്നും തന്നെ ഒരു മനുഷ്യനില്ല. ഒരു ഫോട്ടോയും കൈരളി കൊടുത്തിട്ടുണ്ട്. അതായത് 3 ചേച്ചിമാർ, ഒരു 300 കസേര. പക്ഷെ ചേച്ചിമാരുടെ ഫോട്ടോ കാണുമ്പോൾ ഒരു സംശയം, കുടുംബശ്രീയുടെ ഏതോ പരിപാടിക്ക് പോയ ചേച്ചിമാരാണ്. അപ്പോൾ ഒന്നുകിൽ കുടുംബശ്രീയുടെ ഏതോ ഒരു യോഗത്തിന് മുൻപുള്ള ഫോട്ടോ ആയിരിക്കാം, ഇല്ലെങ്കിൽ CPMന്റെ ഏതെങ്കിലും പോഷക സംഘടനകളുടെ കൺവെൻഷനിലെ ഫോട്ടോ ആയിരിക്കും. എന്തായാലും നാനാക്ക് ഓഡിറ്റോറിയത്തിലെ ഈ ഉള്ളിലുള്ള ഫോട്ടോയാണെന്ന് ഒരിക്കലും അത് നമുക്ക് വിശ്വസിക്കാനാവില്ല. കാരണം നാനാക്ക് ഓഡിറ്റോറിയത്തിനുള്ളിലെ ചെയറുകൾക്ക് ഒരു കളറുണ്ട്. ഇതൊന്നുമല്ല, വളരെ വളരെ കുഷ്യനൊക്കെ ആയിട്ട് വളരെ മികച്ച രീതിയിലുള്ള ഒരു കസേരയാണ് ഈ ചിത്രത്തിൽ കാണുന്ന കൈരളിയുടെ. പെട്ടെന്ന് ഈ വാർത്ത അടിക്കാനുള്ള ത്വരയിൽ ഈ ചിത്രം പരസ്പരം മാറിപ്പോയത് ചിന്തിച്ച് കാണില്ല. ആയിക്കോട്ടെ, എന്തോ പോയിക്കട്ടെ, ഒരല്പമെങ്കിലും ഉളുപ്പ് ഈ വാർത്ത കൊടുത്ത മാപ്രിയോടാണ്. ഒരു അല്പമെങ്കിലും ഉളുപ്പ് അവശേഷിക്കുകയാണെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യില്ലേ? കഴിഞ്ഞ ദിവസം നടന്ന അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്ത 25,000 പേര് മാത്രമാണ് സംഘാടകർ പ്രതീക്ഷിച്ചത്. 25,000-ലധികം പേർ, 50,000-ഓളം പേർ കസേരകൾ നിറഞ്ഞ്, ആ മൈതാനം തിങ്ങി നിറഞ്ഞ്, വെയിലും മഴയും ഒന്നും ശ്രദ്ധിക്കാതെ അതൊക്കെ അവഗണിച്ചുകൊണ്ട് അവിടെ എത്തിച്ചേർന്ന ലക്ഷത്തോളം ആളുകൾ. ആ ആളുകൾ യഥാർത്ഥ വിശ്വാസികളാണ്. ആരുടെയും തിട്ടൂരം നോക്കിയല്ല അവർ വന്നത് അയ്യപ്പ ഭക്ത സംഗമത്തിനാണ്. 2018 മുതൽ നടക്കുന്ന ശബരിമലയ്ക്കെതിരെ നടക്കുന്ന ഗൂഢാലോചന ഇനിയും അനുവദിക്കാൻ കഴിയില്ല എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ, സർക്കാരിനെ ബോധ്യപ്പെടുത്താൻ എത്തിച്ചേർന്നവരാണ് അവർ. ആരുടെയും പ്രേരണയില്ലാതെ സ്വന്തം പോക്കറ്റിലെ പണം മുടക്കി അവർ ബസ്സിലും ട്രെയിനിലും അല്ലെങ്കിൽ ഇരുചക്ര വാഹനങ്ങളിലും ഒക്കെയായി ഈ പന്തളത്തേക്ക് എത്തിച്ചേരുകയായിരുന്നു. അവർക്ക് പഞ്ചനക്ഷത്ര സൗകര്യങ്ങൾ ഒരുക്കിയില്ല സംഘാടകർ. അവർക്ക് AC പന്തലൊരുക്കിയില്ല. അവർക്ക് 3 നേരവും മൃഷ്ടാന ഭോജനം ഒരുക്കിയില്ല. ഇതൊന്നും അവർക്ക് വേണ്ട. വെള്ളം കുടിക്കാതെ, ഭക്ഷണം കഴിക്കാതെ, വിശപ്പ് സഹിച്ചുകൊണ്ട് അയ്യപ്പ സ്വാമിയുടെ സംരക്ഷണത്തിനായി, വിശ്വാസ സംരക്ഷണത്തിനായി അവർ പന്തളത്ത് കാത്തുനിന്നു. പന്തളത്തെ അയ്യപ്പ സംഗമത്തിൽ, ശബരിമല സംരക്ഷണ സംഗമത്തിൽ അവർ പങ്കുകൊണ്ടു. അണ്ണാമലയെ കണ്ടു, ജയനന്ദകുമാറിനെ കണ്ടു, തേജസ്വി സൂര്യയെ കണ്ടു, കുമ്മനം രാജശേഖരനെ കണ്ടു, എല്ലാവരെയും കൺകുളിർക്കെ കണ്ടു. സന്യാസി ശ്രേഷ്ഠന്മാരുടെ വാക്കുകൾ കേട്ടു. നമ്മൾ ഇനി ഒറ്റക്കെട്ടാണ്. ശബരിമലയെ തൊട്ട് കളിക്കാൻ ഇനി പിണറായി വിജയൻ എന്നല്ല ഒരു സർക്കാരിനെ നമ്മൾ അനുവദിക്കില്ല എന്നവർ ഒറ്റ സ്വരത്തിൽ പറഞ്ഞു. ഇതായിരുന്നു 2 ദിവസം മുൻപ് നടന്ന പമ്പയിൽ നടന്ന ആഗോള അയ്യപ്പ സംഗമം, അയ്യപ്പ നിക്ഷേപ സംഗമം എന്ന കോർപ്പറേറ്റ് ഇവന്റ് പരിപാടിയിൽ നമ്മൾ കണ്ടത്. വളരെ രസകരമായി സോഷ്യൽ മീഡിയ ഇതിനെ കണക്കാക്കുന്നുണ്ട്. 7 കോടി രൂപയാണ് ഏറ്റവും കുറഞ്ഞ കണക്ക്. 7 കോടിക്കും മുകളിലാണ് ആ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ചെലവ് എന്ന് പറഞ്ഞു കേൾക്കുന്നു. എങ്കിലും നമുക്ക് 7 കോടി എന്ന് കണക്കാക്കാം. ആകപ്പാട് വന്ന ഡെലിഗേറ്റുകൾ 623 പേർ. ബാക്കിയുള്ളവരെല്ലാം ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥരും, സർക്കാർ ഉദ്യോഗസ്ഥരും, പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരും, വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥരും ഒക്കെയാണ് ആ ഹാളിൽ ഇരുന്നത്. പിന്നെ അവസാന നിമിഷം കുറച്ച് പാർട്ടിക്കാരെയും കൂടെ കൊണ്ടുവരേണ്ടി വന്നു അടുത്ത പ്രദേശങ്ങളിൽ നോക്കാം, അല്ലെങ്കിൽ ആളില്ലായിരുന്നു. അപ്പൊ ഈ 623 പേർ ഡെലിഗേറ്റുകളായി അവിടെ എത്തി. ആ 623 പേർക്ക് വേണ്ടിയാണ് ഈ 7 കോടി രൂപ. അപ്പോൾ സോഷ്യൽ മീഡിയ പറയുന്ന ഒരു രസകരമായ കാര്യമുണ്ട്. ഒരാൾക്ക് 1,12,000 രൂപ വെച്ച് ചെലവ്. ആഗോള അയ്യപ്പ സംഗമത്തിലെത്തിയ ഒരു ഡെലിഗേറ്റിന് സർക്കാരിന്റെ ചെലവ് 1,12,000 രൂപ. നിങ്ങളൊന്ന് ചിന്തിച്ചു പോകണം. 2 ദിവസം കഴിഞ്ഞ് പന്തളത്ത് ലക്ഷത്തോളം ആളുകൾ പങ്കെടുത്ത ശബരിമല സംരക്ഷണ സംഗമത്തിന് ആകെ ചിലവായത് സംഘാടകർക്ക് 3 ലക്ഷം രൂപ. ഒരു പന്തലിനും കസേരയ്ക്കും അതിന്റെ മൈക്ക് സംവിധാനങ്ങൾക്കും ശബ്ദവിന്യാസത്തിനും അതിന്റെ മറ്റ് വെളിച്ച സംവിധാനങ്ങൾക്കും എല്ലാം വേണ്ടി ചെലവഴിച്ചത് വെറും 3 ലക്ഷം രൂപ.
അവിടെയാണ് യഥാർത്ഥ വിശ്വാസിയും കപട വിശ്വാസിയും തമ്മിലുള്ള വ്യത്യാസം. കപട മതവിശ്വാസി, കപട അയ്യപ്പ വിശ്വാസിയായി ചമഞ്ഞുകൊണ്ട് ലോകത്തെ അയ്യപ്പ ഭക്തന്മാരിൽ നിന്ന് പണം പിരിക്കാനുള്ള ഈ സർക്കാരിന്റെ ഏറ്റവും വൃത്തികെട്ട ഒരു തന്ത്രമായിരുന്നു ആഗോള അയ്യപ്പ സംഗമം. പക്ഷെ അത് അയ്യപ്പ സ്വാമി തന്നെ പൊളിച്ചടുക്കി കൊടുത്തു. ചീറ്റിപ്പോയി, നാണം കെട്ടു നാറി. എന്നിട്ട് ആ നാണക്കേട് മറയ്ക്കാൻ പന്തളത്തെ ശബരിമല സംരക്ഷണ സമിതിയുടെ ആ സംഗമത്തെ കരിവാരി തേക്കാൻ ശ്രമിക്കുകയാണ്. ഇന്നിപ്പോ എം പി ജയരാജൻ എന്ന് പറയുന്ന CPM-ന്റെ ഒരു വലിയ നേതാവിന്റെ ഒരു പ്രസ്താവന കണ്ടു. ഭക്തിയുടെ കാര്യത്തിൽ CPIM-ന് PhD എങ്കിൽ ഭക്തിയുടെ കാര്യത്തിൽ RSS 8ാം ക്ലാസ്സിലാണ്. എന്റെ അമ്മോ, എന്നാണ് ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇത്രത്തോളം ഭക്തി വന്നത്? കമ്മ്യൂണിസ്റ്റുകാർ ഭക്തി വാരിക്കോരി അങ്ങ് ശരീരത്തിൽ ധരിക്കുകയാണ്. കാരണം ഇനി തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടങ്ങളാണ്, തദ്ദേശ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ്. അപ്പൊ ഇനി എങ്ങനെയും വേഷം മാറാം, ഇനി ആരുടെ മുന്നിലും പോയി മുട്ടുകുത്താം, ഇനി ആരുടെ മുന്നിലും നട്ടല് വളയ്ക്കാം. അതിൽ ഒരു പ്രശ്നമില്ല, കാരണം വോട്ട് കിട്ടിയാൽ മതി. ഇപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ ഭക്തർ കമ്മ്യൂണിസ്റ്റുകാരാണ്, CPIM-കാരാണ്. ഭക്തി കൊണ്ടങ്ങ് എന്താ പറയുന്നത്, അങ്ങ് പുളകിതരായി മാറുകയാണ് കേരളത്തിലെ CPM-കാർ. എന്തൊരു അവസ്ഥയാണെന്ന് ആലോചിക്കും. സ്വയം നാറി, ഈ സമൂഹത്തിന് മുന്നിൽ നാറി. ഖജനാവിലെ പണമെടുത്ത് ദൂർത്തടിച്ചിട്ടും സർക്കാർ സംവിധാനത്തിനെ എല്ലാം ഉപയോഗിച്ചിട്ടും അധികാരം ഉപയോഗിച്ചിട്ടും മുഷ്ടി ചുരുട്ടിയിട്ടും വിരട്ടിയിട്ടും ഭയപ്പെടുത്തിയിട്ടും ആഗോള അയ്യപ്പ സംഗമത്തിന് ഒരു പട്ടികുഞ്ഞു പോലും സ്വമേധയാ തിരിഞ്ഞു നോക്കിയില്ല. പക്ഷേ പന്തളത്തെ ആ വിശ്വാസ സംരക്ഷണ സംഗമത്തിൽ പങ്കെടുത്തത് കേരളത്തിലെ മാത്രമല്ല രാജ്യത്തിനകത്തെയും പുറത്തെയും വിശ്വാസികളാണ്, അയ്യപ്പ വിശ്വാസികളാണ്. ശ്രീലങ്കയിൽ നിന്ന് പോലും ഒരു മന്ത്രി എത്തി അയ്യപ്പന്റെ വിശ്വാസം കാക്കാൻ വേണ്ടി സ്വമേധയാ എത്തിയാണെന്ന് ആ മുൻ മന്ത്രി വ്യക്തമാക്കി. എന്തായാലും CPM-കാരോട് ഒരു അപേക്ഷയുണ്ട്. നിങ്ങൾ കുളിമുറിയിൽ കയറിയെങ്കിലും ഒന്ന് പൊട്ടിക്കരയണം. നിങ്ങളുടെ ഉള്ളിലുള്ള ആ വേദന ഒന്ന് പുറത്തു പോട്ടെ. എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ കടിച്ചു പിടിച്ച് ഇങ്ങനെ വിങ്ങിപ്പൊട്ടാറായി നിൽക്കുന്നത്? നിങ്ങൾ ഒന്ന് പൊട്ടിക്കരയും.